ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം UGC നെറ്റ് എക്സാം എഴുതി പ്രൊഫഷണൽ ആൻസർ കീയൊക്കെ അനാലിസിസ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, 3-ാം തീയതി വരെ മാത്രമേ ഇതിന് ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആൻസർ കീ നോക്കുന്നതിനും. ഒപ്പം തന്നെ നമുക്ക് തെറ്റായിട്ടുള്ള ആൻസറുകൾ ഫൈൻഡ് ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് 3-ാം തീയതി വരെ ആയിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫൈനൽ ആൻസർ കീയിലായിരിക്കും. അപ്പോൾ ഈ ഫൈനൽ ആൻസർ കീയുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിൽ ഉണ്ടാകും. നമ്മളതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇനി വരുന്ന ഫൈനൽ ആൻസർ കീയിൽ നമ്മൾ ക്ലെയിം ചെയ്ത ഉത്തരം ശരിയാണെന്ന് NDAക്ക് ബോധ്യപ്പെട്ടാൽ അവർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവരൊരിക്കലും ആ ആൻസർ ഡിലീറ്റ് ചെയ്യില്ല, മറിച്ച് പുതിയ ആൻസർ ആയിരിക്കും അവർ അപ്രൂവൽ ചെയ്ത ആൻസറായിട്ട് വരുന്നത്. അതായത് നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ, അതായത് ഒരു മേക്ക് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് NDAക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, ആൻസറിലല്ല മേക്ക് ചെയ്ത ക്വസ്റ്റ്യനിൽ ആകെ മൊത്തത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ബോധ്യം വന്നാൽ NDA ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഈ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കേണ്ടത് 2 മാർക്ക് പരീക്ഷ എക്സാം എഴുതിയ എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതായത് പ്രത്യേകിച്ച് ആഡഡ് ബെനിഫിറ്റ്സ് ഒന്നും അതിനുണ്ടായിരിക്കില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇപ്പം വലിയ വ്യത്യാസമൊന്നും ഫൈനൽ ആൻസർ കീയും പ്രൊഫഷണൽ ആൻസർ കീയുമായിട്ട് വരാൻ സാധ്യതയില്ല. ചില മാറ്റങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ ഈ പ്രൊഫഷണൽ ആൻസർ കീ തന്നെ ഫൈനൽ ആൻസർ കീ ആയി വന്നേക്കാം. ഇനി അത് എന്നത്തേക്ക് വരാം എന്നുള്ളതാണ്. നമുക്കറിയാം, 3-ാം തീയതി വരെ ആയിരുന്നു നമുക്കിതിന് ക്ലെയിം ചെയ്യാനുള്ളതും പ്രൊഫഷണൽ ആൻസർ കീ നോക്കാനുള്ള സമയമായിട്ട് NDA തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 14 മുതൽ 20 ദിവസത്തിനുള്ളിൽ ഇതെത്തും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. പൊതുവേ, അതായത് കഴിഞ്ഞ തവണത്തെ NDA നെറ്റിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ചില വിവാദങ്ങൾ അതിനെ വല്ലാതെ പിടിച്ചു കുലിക്കിയത് കൊണ്ട് തന്നെ റിസൾട്ട് വരാൻ പൊതുവെ വൈകി. എന്നാൽ നെറ്റ് എക്സാമുകൾക്കൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഏതാണ്ട് 14 മുതൽ 20 ദിവസം കൊണ്ട് തന്നെ പ്രൊഫഷണൽ ആൻസർ കീ വന്ന് ഫൈനൽ ആൻസർ കീയും ഒപ്പം റിസൾട്ടും കൂടി വരുന്നൊരു രീതി പൊതുവെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഫൈനൽ ആൻസർ കീയോടൊപ്പം തന്നെ റിസൾട്ട് കൂടി പ്രതീക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കാം. അതായത് ഒരു 13-ാം തീയതി കൂടിയോ 20-ാം തീയതിക്ക് ഇടയിലായിട്ട് ഈ ഒരു ആൻസർ കീ NDA പുറത്തു വിടും എന്ന് വേണം നമ്മൾ അസസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പ്രൊഫഷണൽ ആൻസർ കീ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏകദേശ മാർക്ക് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ 1-2 മാർക്കുകളൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ പോകുന്നത്. നെറ്റ്, PhD, ഒപ്പം തന്നെ JRF മുതലായവയുടെയൊക്കെ മാർക്കുകളിൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത കട്ട് ഓഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് അനുസരിച്ച് ഏകദേശം നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. നിങ്ങൾക്ക് ഇത്തവണ UGCയിൽ നെറ്റ് കിട്ടുമോ, PhD മാത്രമേ ഉള്ളോ, അല്ലെങ്കിൽ JRF കിട്ടുമോ എന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് വിലയിരുത്താൻ ഒക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പഠനം റീസ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 വർഷത്തെ വാലിഡിറ്റിയിൽ അല്ലാണ്ട് നമ്മൾ കോഴ്സ് നൽകുന്നത്. അതായത് നിങ്ങൾക്ക് 4 UGC നെറ്റ് എക്സാമുകൾ ഇതിൽ കവർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങേണ്ടുന്ന സമയമാണ്. UGC നെറ്റിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ കോഴ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നമ്മുടെ കോഴ്സുകൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. നിങ്ങൾ ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. JRF നെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ PhD എന്തെങ്കിലുമൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.